ആരെയും വേദനിപ്പിക്കരുത് എന്ന ഒരു വിഷയമാണെന്ന് ചർച്ച ചെയ്യുന്നത്. പരമാവധി ഈ ലോകത്തുനിന്ന് വിട പറയുമ്പോൾ ഞാൻ എന്ന ഒരു വ്യക്തി കാരണം വേദനിച്ചവർ ഭൂമിയിൽ ഉണ്ടാവാൻ പാടില്ല, ഭൂമിക്ക് അടിയിലും ഉണ്ടാവാൻ പാടില്ല. ഒക്കെ പൊരുത്തം ചോദിച്ച് റെഡിയായി. ഹജ്ജിന് പോകുമ്പോൾ മാത്രമല്ല പൊരുത്തം ചോദിക്കാനുള്ളത്. എല്ലാ വിഷയങ്ങളും നമ്മൾ നേരെ പോകുന്നത് മദീനത്തേക്കാണല്ലോ. എല്ലാ വിഷയങ്ങളെയും നാം പഠിക്കുന്നതും മനസ്സിലാക്കുന്നതും പ്രാവർത്തികമാക്കുന്നതും മദീനത്തു നിന്നാണ്. പുന്നാര ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ രസകരമായ മനോഹരമായ കുളിർമയേറുന്ന ഒരുപാട് ചരിത്ര സംഭവങ്ങൾ, കുഞ്ഞു കുഞ്ഞു സംഭവങ്ങളുണ്ട്. അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു രസകരമായ സംഭവമാണ് അള്ളാന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വഴിയോരത്ത് ഒരു കുഞ്ഞു മോള് മണൽപ്പരപ്പിൽ എന്തോ തിരഞ്ഞുകൊണ്ടിരിക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കാണുകയാണ്. ആർദ്രതയുടെ, സ്നേഹത്തിന്റെ, വാത്സല്യത്തിന്റെ, ലാളനയുടെ ആഴമാണ് അള്ളാന്റെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടെ നാം മോളോട് കാര്യം അന്വേഷിക്കാൻ. ആ മോള് പറയുന്നു, എൻ്റെ കയ്യിൽ സാധനം വാങ്ങാൻ വേണ്ടി വീട്ടിൽ നിന്ന് തന്നുവിട്ട നാണയത്തൊട്ടി ഈ മണൽപ്പരപ്പിൽ എവിടെയോ വീണുപോയി. കുറേയേറെ സമയമായി ഞാനത് അന്വേഷിച്ചു കൊണ്ടിരിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ മകളുടെ കയ്യിലേക്ക് നഷ്ടപ്പെട്ടു പോയ നാണയം തൻ്റെ കുപ്പായത്തിൽ നിന്നെടുത്ത് കൊടുക്കുകയാണ്. അള്ളാന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം ധാരാളം പണവും കൊണ്ട് നടക്കുന്ന ആളൊന്നുമല്ല. ആ സദസ്സിലേക്ക്, ആ യാത്രയിൽ അതിനു മുമ്പ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് 10 നാണയത്തൊട്ടുകൾ കിട്ടിയിരുന്നു. നമ്മുടെ വിഷയമായിട്ട് ബന്ധപ്പെട്ടതല്ലാത്തത് കൊണ്ട് അത് വിശദീകരിക്കുന്നില്ല. അതിൽ നിന്ന് ഈ മകൾക്ക് നഷ്ടപ്പെട്ടു പോയ 2 നാണയത്തൊട്ട് മകളുടെ കയ്യിലേക്ക് കൊടുക്കുമ്പോൾ പിന്നെ മകൾ പറയുന്നത്, വീണ്ടും കരയുകയാണ്, ഇനി എന്താണ് നിന്റെ ആവശ്യം? ഇനിയും കരയുന്നത് എന്തേ? ആ മോള് പറഞ്ഞു, നബിയെ, എനിക്ക് വീട്ടിലേക്ക് ചെല്ലാൻ കഴിയില്ല. ഒരുപാട് സമയമായി ഞാൻ വീട്ടിൽ നിന്ന് വന്നിട്ട്. ഇത്രയും സമയം എവിടെ പോയിരുന്നു എന്ന് ശക്തമായ ശബ്ദത്തിൽ എൻ്റെ പ്രിയപ്പെട്ടവരെന്നോട് ചോദിച്ചാൽ ആ ഭയം എൻ്റെ മനസ്സിലുണ്ട്. അള്ളാന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ ലോകത്തെ പടക്കാൻ കാരണക്കാരനായ മുത്ത റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ മോളെ വിരൽ തുമ്പ് പിടിച്ച് മകളുടെ വീട്ടിലേക്ക് കൊണ്ടുവന്നാക്കി ആ വിഷയം വിശദീകരിച്ചു കൊടുത്ത് ആ മനസ്സിനെ വേദനിപ്പിക്കാതെ, നൊമ്പരപ്പെടുത്താതെ, സങ്കടത്തിലാക്കാതെ സമാശ്വദിപ്പിച്ചുകൊണ്ട് മടങ്ങി വരുന്ന മുത്ത റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇവിടെയാണ് നമ്മുടെ ഇന്നലകളെ നാം ഒന്ന് വിചിന്തനം നടത്തി നോക്കേണ്ടത്. പ്രായപൂർത്തിയായ സമയം മുതൽ വാവാടിന്റെ ഈ മനോഹരമായ ഉറൂസിൽ, വാവാട് ദേശത്തോ കൊടുവള്ളിയിലോ താമരശ്ശേരിയിലോ കോഴിക്കോടോ കേരളത്തിലോ സംഘടനയ്ക്കകത്തോ പുറത്തോ ഒരു മനുഷ്യ കുഞ്ഞിനെ പോലും വേദനിപ്പിക്കാതെ, ഒരാളെ പോലും സങ്കടപ്പെടുത്താതെ, ഒരു മനുഷ്യന്റെ മനസ്സിനെ പോലും മുറിവേൽപ്പിക്കാതെ ജീവിച്ചുപോയ വാവാട് ഉസ്താദിന്റെ ഉറൂസിന്റെ മഹനീയമായ സരസിൽ വന്നിരിക്കുന്ന പ്രിയപ്പെട്ട ഓരോരുത്തരും മനസ്സുകൊണ്ട് ചിന്തിക്കേണ്ടത്, അല്ലാഹുവേ, ആ മഹാനെ കുറിച്ച് ഞാൻ പറയുമ്പോ പാടുമ്പോ ആ മദ്ഹിങ്ങനെ കേട്ടിട്ട് കുളിരണിയുമ്പോ കണ്ണ് നിറയുമ്പോ എന്റെ നാവ് കൊണ്ട്, എന്റെ കൈ കൊണ്ട്, എന്റെ ചിന്ത കൊണ്ട്, എന്റെ പ്രവർത്തനം കൊണ്ട്, എന്റെ എടുപ്പുചാട്ടം കൊണ്ട്, എന്റെ വർത്തമാനം കൊണ്ട്, എന്റെ ഇടപെടലുകൾ കൊണ്ട് എത്ര മനസ്സുകളെ ഞാൻ സങ്കടത്തിലാക്കിയിട്ടുണ്ട്. അല്ലാ, ആ നൊമ്പരപ്പെടുത്തിയവരുടെ പൊരുത്തമില്ലാതെ, ആ വേദനിപ്പിച്ചവരുടെ പൊരുത്തമില്ലാതെ, ആരോരുമില്ലാത്ത 6 അടി മണ്ണിന്റെ അകത്ത് ഞാൻ എങ്ങനെ ചെന്ന് വീഴും പടച്ചോനെ? എന്തെല്ലാ ഞാൻ എന്റെ പടച്ചവനോട് സമാധാനം പറയേണ്ടി വരുമല്ലാ. അള്ളാന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വരച്ചു വെച്ച് കാണിച്ചു പോയ ഒരു മാതൃകയാണ് പ്രിയപ്പെട്ട സ്വഹാബത്ത് മുഴുവനും തന്റെ ഹൃദയത്തിൽ ഏറ്റെടുത്തത്. ആരെയും സങ്കടപ്പെടുത്താതെ, ആരുടെയും മനസ്സിന് മുറിവ് കൊടുക്കാതെ, ആരുടെയും വേദനിക്കുന്നതിന് കാരണക്കാരനാകാതെ ജീവിച്ചു പോയവർ. ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ പറഞ്ഞു, കാന ഖുലുഖുൽ ഖുർആൻ, മുത്ത റസൂൽ അല്ലാഹുവിന്റെ ഖുർആനായിരുന്നു. ഒരു വിശ്വാസി എങ്ങനെയാണെന്നാണോ ഖുർആൻ പറയുന്നത്, ആ വിശ്വാസിയുടെ എല്ലാ ഖുർആൻ പറഞ്ഞ ഗുണങ്ങളും പുന്നാര ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ ഉണ്ടായിരുന്നു.
സഹാബത്തിനെ വകവരുത്തിയവര്, ഇസ്ലാമിന്റെ ശത്രുക്കള്, അത്ഭുതകരമായി അള്ളാന്റെ റസൂലിന്റെ അടുത്തിരുന്ന് ഇറങ്ങിപ്പോകുന്ന രംഗം ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു പോലും പറയുകയാണ്, സ്വഹാബത്തിനോട് പറയുകയാണ്, കൈവെട്ടാൻ പറയുമോ, കാല് വെട്ടാൻ പറയുമോ, കഴുത്തറുക്കാൻ പറയുമോ എന്ന ഓർഡറിന് വേണ്ടി കാത്തിരുന്ന ഞങ്ങളെ വല്ലാതെ സങ്കടത്തിലാക്കിയിട്ട് 100-ലധികം വരുന്ന സഹാബത്തിനെ കൊന്നുകളഞ്ഞവർക്ക് പോലും ഒട്ടകത്തിന്റെ പാല് കറന്നു കൊടുത്തവര് അള്ളാന്റെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. സഹാബികൾക്ക് അത്ഭുതം തോന്നിപ്പോയ അവർ പോലും, പ്രത്യേകിച്ച് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിനെ പോലെയുള്ളവർ അങ്ങനെയാണല്ലോ. ആ പ്രവാചക സ്നേഹം ഹൃദയത്തിൽ ഇങ്ങനെ ആളിക്കത്തുമ്പോ സഹാബത്തിനെ ഉപദ്രവിച്ചവർ, നബിയെ കൊല്ലാൻ വേണ്ടി വാള് മൂർച്ച കൂട്ടി കാത്തിരുന്നവർ, അവരൊക്കെ മുമ്പിലെത്തിയിട്ട് വെറുതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്നേഹത്തിന് പാത്രീഭൂതരായി മടങ്ങിപ്പോകുമ്പോൾ സഹിക്കാൻ കഴിയൂല. പക്ഷെ അവിടെ ആ സ്നേഹത്തിൻ്റെയും ആ വിനയത്തിൻ്റെയും ആ താഴ്മയുടെയും ഒരു വലിയ അത്ഭുത ലോകമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തുറന്നു കൊടുത്തത്. കരുണയിൽ കേദാരമാകും കണ്ണിനെന്നും കുളിർമയും കരുണക്കടലായുള്ള റബ്ബിൻ കാതലായ ഹബീബരും ലാ ഇലാഹ ഇല്ലല്ലാഹ് ഓ ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദു റസൂലുള്ളാഹ്. കറുത്തിരുണ്ടൊരു ലോകത്തിന് കൈത്തിരിയായി വന്നവർ, കാലമിന്നും കെടാതെ മിന്നും പൂത്തിരി കത്തിച്ചവർ ലാ ഇലാഹ ഇല്ലല്ലാഹ്. ചൊല്ലുന്നില്ലാരും. അള്ളാഹു കബൂലാക്കട്ടെ, അള്ളാഹു കബൂലാക്കട്ടെ. ഖദീജ ബീവി റളിയല്ലാഹു തആല അൻഹയുടെ മുന്നിലേക്ക് കടന്നു വന്ന പുന്നാര ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് നിങ്ങളെ അള്ളാഹു കൈവെടിയൂല എന്ന് പറഞ്ഞിട്ട് ഖദീജ ബീവി റളിയല്ലാഹു അൻഹ പറഞ്ഞു കൊടുക്കുന്ന കുറേ വർത്തമാനങ്ങളുണ്ട്. നിങ്ങളെ അള്ളാഹു കൈവെടിയൂല. ഇപ്പോൾ നിങ്ങളുടെ ഈ വാവാടുള്ള ഒരു സഹോദരന് ശരീരത്തിൽ ഒരു മുഴ വന്നു, ടെസ്റ്റ് ചെയ്യണം, ക്യാൻസർ ആണെന്നൊക്കെ കൂട്ടുകാർ പറയുന്നുണ്ട്, ചെറിയ സംശയങ്ങളൊക്കെ പറയുന്നുണ്ട്. അപ്പൊ ഭാര്യ അദ്ദേഹത്തിനോട് പറയാണ്, വല്ലാഹി ലാ യുഹ്സികല്ലാഹു അബദ, നിങ്ങളെ അള്ളാഹു ഒരിക്കലും കൈവെടിയൂല. കാരണം എന്താ? നിങ്ങൾ ഈ കോഴിക്കോട് ജില്ലയിൽ ഒരു കല്യാണം മുടക്കിയിട്ടില്ല, ഒരാളെക്കുറിച്ചും ഫസാദ് ഈബത്തും പറഞ്ഞിട്ടില്ല, ആരെയും നിങ്ങൾ വേദനിപ്പിച്ചിട്ടില്ല, നിങ്ങൾ മുത്താണ് എന്ന് ഒരു ഭാര്യ നിങ്ങളാകുന്ന ഭർത്താവിനോട് പറയുമെങ്കിൽ നിങ്ങളുടെ കാര്യം റെഡിയാണ്. അങ്ങനെ പറയോ? അനുഭവിച്ചു കൊടുക്കി, ഒരു മുഴല്ലേ ഉള്ളൂ, ഇനിയും വരും. അങ്ങനെ പറയൂലേ? ഒരെണ്ണം പോരാ, ഇനിയും വരുമെന്നാ പറയാ. അള്ളാഹു നീ കാക്കണേ റബ്ബേ. എത്ര ആളുകളുണ്ട് അങ്ങനെ. അള്ളാഹുവിന്റെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഖദീജ ബീവി റളിയല്ലാഹു അൻഹ പറയുന്നു, വേദനിക്കണ്ട നബിയേ, സങ്കടപ്പെടേണ്ട റസൂലേ, അള്ളാഹു നിങ്ങളെ കൈവെടിയൂല. കാരണം എന്തെന്നറിയോ? നിങ്ങളൊരാളെയും കരയിപ്പിച്ചിട്ടില്ല, നിങ്ങളൊരാളെയും വേദനിപ്പിച്ചിട്ടില്ല, നിങ്ങളൊരാളെയും നൊമ്പരപ്പെടുത്തിയിട്ടില്ല, നിങ്ങളൊരാളെയും സങ്കടപ്പെടുത്തിയിട്ടില്ല. അതുകൊണ്ട് നബിയേ, അല്ലാഹു നിങ്ങളെ കൈവെടിയൂല എന്ന് പറയുമ്പോ എന്റെ വാവാട് വന്നിരിക്കുന്ന സഹോദരങ്ങളോട് പറയുകയാണ്, നിങ്ങളുടെ നാവ് കൊണ്ടാരെ വേദനിപ്പിച്ചിട്ടുണ്ടോ, നിങ്ങളെ കൈ കൊണ്ടാരെ ഉപദ്രവിച്ചിട്ടുണ്ടോ, അവരോടൊക്കെ പൊരുത്തം ചോദിക്കണം. മരണം എപ്പോഴാണ് വരുന്നതെന്ന് പറയാൻ കഴിയില്ല, എപ്പോഴാണ് മരണം വരുന്നതെന്ന് പറയാൻ കഴിയില്ല. ഞാൻ ഈ സ്റ്റേജിലേക്ക് പ്രസംഗത്തിന് കയറുന്നതിന് തൊട്ടു മുമ്പ് ഒരു ലിസ്റ്റ് എന്റെ കയ്യിലേക്ക് കൊണ്ടുതന്നു വലിയുദ്ദീൻ ഫൈസി ഉസ്താദ്. നമുക്കറിയാം, ഒരുപാട് പ്രസംഗിച്ച് സ്വലാത്തിന്റെ മജ്ലിസിലൊക്കെ ദുആക്ക് നേതൃത്വം കൊടുക്കുന്ന മഹാനായ വലിയുദ്ദീൻ ഫൈസി ഉസ്താദിന്റെ സഹോദരിയുടെ മുത്തഅല്ലിമായിരുന്ന ഒരു പുത്രനുണ്ട്, കുളത്തിൽ വീണ് മുങ്ങി മരണപ്പെട്ടു പോയെന്ന വാർത്ത പറഞ്ഞു. അല്ലാഹുവേ, ആ പൊന്നുമോനെ പ്രസവിച്ച ഉമ്മ തന്റെ പൊന്നുമോൻ തലയിൽ കെട്ടും കെട്ടി ഖുർആൻ ഓതി തന്റെ മയ്യത്ത് ചുമന്നുകൊണ്ട് പോകണമെന്ന് ആഗ്രഹിച്ച ഉമ്മ
താൻ മരിച്ചു കിടക്കുമ്പോ തന്റെ മയ്യത്തിന്റെ ചാരത്ത് വന്ന് നിന്നുകൊണ്ട് ഹൃദയം പൊട്ടിയിട്ട് എനിക്ക് വേണ്ടി ദുആ ചെയ്യണമെന്ന് ആഗ്രഹിച്ച പ്രിയപ്പെട്ട ഉമ്മ, ആ ഉമ്മയുടെ കരളായ മുതഅല്ലിമായിരുന്ന പൊന്നുമോൻ കുളത്തിൽ വീണ് മുങ്ങി മരണപ്പെട്ടു എന്ന് പറയുമ്പോ എന്റെ സഹോദരങ്ങളോട് പറയുകയാണ്, നിങ്ങളിനി ഏത് ദിവസത്തിന് വേണ്ടിയാ കാത്തിരിക്കുന്നത്? വളർച്ചയുടെ മൂർധന്യയെത്താത്ത ആഗ്രഹങ്ങളുടെ പർദീസ പിണിഞ്ഞിട്ടതിന്റെ പൂർത്തീകരണത്തിന്റെ ഒരു പടവ് പോലും കടന്നിട്ടില്ലാത്ത എത്രയെത്ര ആളുകളാണ് ഓരോ ദിവസവും ഞങ്ങളുടെ മുമ്പിലൂടെ ഞെട്ടറ്റു വീണുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് എത്ര കാലം ജീവിക്കാമെന്നാണ് എന്റെ വാവാട് വന്ന പെങ്ങളെ നിങ്ങൾ കരുതുന്നത്? കുടുംബത്തിന്റെ അകത്ത് കലഹങ്ങൾ ഉണ്ടാക്കി, കല്യാണങ്ങൾ മുടക്കി, കൂടപ്പുറപ്പിന്റെ മനസ്സിലേക്ക് തീ കോരിയിട്ട് വർത്താനം പറഞ്ഞു. പെരുന്നാളിന്റെ അന്ന് പോലും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാത്ത വിധത്തിൽ കലഹങ്ങളും കലാപങ്ങളും ഉണ്ടാക്കി. എന്നിട്ട് ഇന്നും നിസ്കരിക്കുന്നുണ്ട്, സലാത്ത് ചെല്ലുന്നുണ്ട്, നോമ്പ് പിടിക്കുന്നുണ്ട്, മുഹറം മാസമാണല്ലോ എന്ന് പറയുന്നുണ്ട്, വാവാട് ഉസ്താദിന്റെ ആണ്ടാണല്ലോ എന്ന് പറയുന്നുണ്ട്. എന്തിനു വേണ്ടിയാണ്? മനസ്സുകളിൽ സങ്കടത്തിന്റെ തീക്കനൽ കോരിയിട്ടിട്ട് നീ ആർക്കു വേണ്ടിയാ സുജൂദ് ചെയ്യുന്നത്? നീ ആർക്കു വേണ്ടിയാ ഇബാദത്ത് ചെയ്യുന്നത്? ആ ഖദീജ ബീവി റളിയല്ലാഹു അൻഹ പറയുന്നു, നബിയേ അങ്ങ് സങ്കടപ്പെടേണ്ട നബിയേ, അങ്ങ് ആരെയാണ് വേദനിപ്പിച്ചിട്ടുള്ളത്? അങ്ങ് ആരെയാണ് സങ്കടപ്പെടുത്തിയിട്ടുള്ളത്? കൊല്ലാനും വരുന്നവന് പോലും കുടിക്കാൻ പാല് കൊടുത്ത് പറഞ്ഞു വിട്ട, കഴിക്കാൻ കാരക്ക കൊടുത്ത് മുത്തം കൊടുത്ത അല്ലാഹുവിന്റെ ഹബീബേ, ആ സ്നേഹം ഇന്ന് വാവാടുകാര് മറന്നുപോയതെങ്ങനെയാ? ആ അതൃപ്പം ഇന്ന് കോഴിക്കോടുകാര് മറന്നുപോയതെങ്ങനെയാ? ആ സഹാനുഭൂതിയുടെ സ്നേഹത്തിന്റെ ആ ഏറ്റവും വലിയ അടുപ്പത്തിന്റെ ചരിത്രങ്ങൾ എന്റെ പ്രിയപ്പെട്ടവര് മറന്നുപോയതെങ്ങനെയാ? മഹാനായ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ആരെയും വേദനിപ്പിക്കാതെ ജീവിക്കാൻ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു നിർബന്ധമായിരുന്നു. എത്ര പ്രിയപ്പെട്ട പിഞ്ചുമക്കളെ, ജീവനോടെ പെമ്മക്കളെ കുഴിച്ചു മൂടിയിരുന്ന കാലഘട്ടത്തിൽ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുമായിരുന്നു, ഏതെങ്കിലും വാപ്പാക്ക് പെമ്മക്കളെ കുഴിച്ചു മൂടാൻ കൈവിറച്ചു പോയാൽ ഖത്താബിന്റെ മകൻ ഉമർ ഉള്ളിടത്തോളം കാലം നിങ്ങൾ വിഷമിക്കണ്ട, ആ മക്കളുടെ നിലവിളി ഉമറിന്റെ രോമത്തിൽ തൊടാൻ കഴിയൂല, ഉമറിന്റെ മനസ്സിൽ സങ്കടം വരുത്താൻ കഴിയൂല എന്ന് പറഞ്ഞിട്ട് നൂറുകണക്കിന് പെമ്മക്കളെ കുഴിച്ചു മൂടിയ ജഹ്ലിയത്തിന്റെ കാലഘട്ടത്തിൽ നിന്ന് പ്രകാശത്തിന്റെ പ്രഭ പരത്തിയിട്ട് പ്രവാചകന്റെ മനസ്സിന്റെ അകത്ത് പ്രകാശത്താ തീർത്ത സിംഹാസനത്തിന്റെ അകത്തിരിക്കാൻ അല്ലാഹുവിന്റെ റസൂൽ ക്ഷണിച്ചപ്പോ ഓടി വന്ന മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹുവിനോട് പറയാണ്, എന്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം എന്തെന്നറിയോ? മരണപ്പെടുന്നത് വരെ ഒരാളുടെയും മനസ്സിനെ വേദനിപ്പിക്കരുത് എന്നതാണ്. മരണപ്പെടുന്നത് വരെ ഒരാളെ മനസ്സിനെ വേദനിപ്പിക്കരുത് എന്നതാണ്.